നമസ്കാരം, എല്ലാവർക്കും KM മഷ്റൂംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂൺ കൃഷി തുടക്കക്കാർക്കും അതുപോലെ കൂൺ കൃഷിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അവർക്ക് വീട്ടിലെങ്ങനെ ചെറിയ രീതിയിൽ വൈക്കോൽ അനുഭവമാക്കിയെടുക്കാൻ പറ്റുന്നതാണ് നമ്മളൊരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. കൂൺ കൃഷി തുടങ്ങുന്ന എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് അതായത് 15 ദിവസം കഴിഞ്ഞിട്ടും നമുക്ക് അതിലൊന്നും മൈസീലിയം വരുന്നില്ല. അധികവും പച്ച കളറിലും അതേപോലെ കറുത്ത കളറിലൊക്കെയാണ് ബെഡാവുന്നത്. അതുപോലെ കളർ കൂണുകൾ, മഷി കൂണുകളൊക്കെയാണ് അതിൽ വരുന്നത്. അങ്ങനെയാണ് നമുക്ക് അധികം പേർക്ക് ഫസ്റ്റ് ട്രയൽ സംഭവിക്കുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ അതൊന്നും വരാതെ തന്നെ നമുക്ക് അണുവിമുക്തമാക്കി എടുക്കാൻ പറ്റുന്നുള്ള കാര്യമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. കൂൺ കൃഷിക്കുള്ള മാധ്യമം നമ്മൾ അണുവിമുക്തമാക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതൊരു 12 മണിക്കൂറെങ്കിലും നമ്മളിത് വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടി വെക്കേണ്ടതാണ്. 12 to 14 മണിക്കൂർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു വലിയ ബക്കറ്റ് എടുത്തിട്ടുണ്ട്, 50 ലിറ്ററിൻ്റെ. അതിൽ ഫുള്ളായിട്ട് ആദ്യം നമ്മൾ വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല കുടിക്കാൻ ഉപയോഗിക്കുന്ന നല്ല വെള്ളം തന്നെ ആയിരിക്കണം. ബക്കറ്റിൽ വെള്ളം മുഴുവനായതിനു ശേഷം നമ്മൾ വൈക്കോൽ ഇതിനകത്തേക്ക് നമ്മൾ ഇറക്കി വെക്കണം. അപ്പോൾ വെള്ളത്തിൽ ഫുള്ളായിട്ട് മുങ്ങി കിടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊരു ചാക്കിലാക്കി വെക്കുന്നത്. ചാക്കിലാക്കിയതിന് ശേഷം നമ്മൾ വെള്ളത്തിലേക്ക് മുഴുവൻ ചാക്കും മുങ്ങുന്ന രീതിയിൽ നമ്മൾ വെള്ളത്തിലേക്ക് അമർത്തി വെക്കണം. അതിനുശേഷം ചാക്ക് മുകളിലേക്ക് പൊന്തി വരാതിരിക്കാനായിട്ട് നമ്മളിതിന് മുകളിലൊരു കല്ലും കൂടി വെക്കുകയാണ്. അതിനുശേഷം ബക്കറ്റ് മൂടി ഉണ്ടെങ്കിൽ മൂടി കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ട് ജസ്റ്റ് ഒന്ന് മൂടി വെക്കേണ്ടതാണ്. ഇനി ഇത് 14 മണിക്കൂർ വൈക്കോൽ കുതിരാൻ വേണ്ടി സമയം കൊടുക്കുക. 14 മണിക്കൂറിന് ശേഷം നമ്മൾ അതിന് മുകളിൽ വെച്ച കല്ലെടുത്തതിന് മാറ്റിയതിന് ശേഷം ബക്കറ്റ് ചെരിച്ച് ബക്കറ്റിലെ വെള്ളം ഒഴുക്കി കളയുക. ഇങ്ങനെ 12 മണിക്കൂർ മുതൽ 14 മണിക്കൂർ വരെ വെള്ളത്തിൽ കുതിർത്ത നമ്മുടെ വൈക്കോല് പിന്നീട് ബെഡ് കെട്ടുന്നതിന് വേണ്ടിയുള്ള പാകത്തിന് ഈർപ്പമാക്കിയെടുക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ ഉപയോഗിക്കുന്നത് വാഷിംഗ് മെഷീനാണ്. വാഷിംഗ് മെഷീനിൽ നമ്മൾ ഇത് തോർത്തിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയം ലാഭമുണ്ട്. ഇത് നമ്മൾ 6 മണിക്കൂർ 5 മണിക്കൂർ എങ്ങാനും പുറത്ത് വെച്ച് കഴിഞ്ഞാലേ നമുക്കിത് പാകത്തിന് ഈർപ്പമായി കിട്ടുള്ളൂ. അതിന് പകരം വാഷിംഗ് മെഷീൻ്റെ സ്പിന്നർ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ബെഡ് കെട്ടാനുള്ള പാകത്തിനുള്ള ഈർപ്പം 5 മിനിറ്റ് കൊണ്ട് ആയി കിട്ടും. ഇങ്ങനെ നമ്മൾ അധിക വെള്ളം തോർത്തിയെടുത്തതിന് ശേഷം വേണം ഇത് നമ്മൾ ആവി ഉപയോഗിച്ച് പുഴുങ്ങി സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. 5 മിനിറ്റിന് ശേഷം വാഷിംഗ് മെഷീൻ തുറന്ന് നമുക്ക് വൈക്കോൽ വൃത്തിയുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ വൈക്കോൽ നമുക്ക് പാകത്തിന് ബെഡ് കെട്ടാൻ പാകത്തിന് ഈർപ്പമായിരിക്കുകയാണ്. ഇങ്ങനെ പിഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും അതിൽ നിന്ന് വരില്ല. പക്ഷേ കയ്യിൽ അത്യാവശ്യം നനവ് ഉണ്ടായിരിക്കുകയും ചെയ്യും. ഇനി വാഷിംഗ് മെഷീനിൽ നിന്ന് നമുക്ക് മൊത്തം ഒരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം നമുക്ക് പുഴുങ്ങിയെടുക്കാം. ഇനി ഒരു പാത്രത്തിൻ്റെ അടിയിൽ അല്പം മാത്രം വെള്ളം എടുത്തിട്ട് നമ്മൾ അതിൻ്റെ അടിയിലൊരു തട്ട് ഉണ്ടാക്കണം. വൈക്കോൽ വെള്ളത്തിൽ മുങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അങ്ങനെ മുങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈർപ്പം കൂടുതലായിരിക്കും. അപ്പോൾ അതിന് വീഡിയോയിൽ കാണുന്ന പോലെ ഒരു പാത്രം അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ടൊരു തട്ട് വെക്കുക. അതിനുശേഷം ഡെറ്റോളൊക്കെ ഉപയോഗിച്ച് നന്നായി കഴുകി ഉണക്കിയെടുത്തൊരു തുണി അതിന് മുകളിലായിട്ട് വിരിച്ചു കൊടുക്കുക. നമ്മൾ ഇട്ട് കൊടുക്കുന്ന വൈക്കോലൊക്കെ ഇനി വെള്ളത്തിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി വീണ്ടും വാഷിംഗ് മെഷീനിലിട്ട് സ്പിൻ ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇതിലേക്ക് വാരി നിറച്ചതിന് ശേഷം ബാക്കി വരുന്ന തുണി ഉപയോഗിച്ച് 4 സൈഡും അകത്തേക്ക് മടക്കി വെക്കുക. അതിനുശേഷം ഒരു മൂടി മുകളിലായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് തീ കൊടുക്കാം. തീ കൊടുത്ത് 5-10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ആവി വരും. ആവി വന്നതിന് ശേഷം തീ കുറച്ച് വെച്ച് 1 മണിക്കൂർ കൂടി ആവിയിൽ നന്നായി പുഴുങ്ങിയെടുക്കുക. എങ്കിൽ മാത്രമേ വൈക്കോൽ പൂർണ്ണമായും അണുവിമുക്തമാവുകയുള്ളൂ. 1 മണിക്കൂറിന് ശേഷം തീ അണച്ച് പാത്രവും വൈക്കോലും പൂർണ്ണമായും തണുക്കാൻ അനുവദിക്കുക. അതിനുശേഷം നമുക്ക് നേരിട്ട് ബെഡ് ചെയ്യാം. ഈർപ്പം കൂടുതലാണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് കൂടി വാഷിംഗ് മെഷീനിലിട്ട് സ്പിൻ ചെയ്തെടുത്താൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ബെഡ് കെട്ടാവുന്നതാണ്. ഇനി കെമിക്കൽ ഉപയോഗിച്ചാണ് വൈക്കോൽ അണുനശീകരണം ചെയ്യുന്നതെങ്കിൽ വെള്ളം നിറക്കുമ്പോൾ തന്നെ 100 ലിറ്റർ വെള്ളത്തിന് 80 ml ഫോർമാലിൻ 8 ഗ്രാം ബാവസ്റ്റിൻ എന്ന തോതിൽ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് അതിൽ വൈക്കോൽ കുതിർത്താൻ വെക്കുക.
വൈക്കോൽ 12 മുതൽ 14 മണിക്കൂർ കുതിർന്നതിന് ശേഷം നമുക്ക് വാഷിംഗ് മെഷീനിലിട്ട് അധിക ഈർപ്പം കളഞ്ഞതിന് ശേഷം ഡയറക്റ്റ് അപ്പോൾ തന്നെ ബെഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. സ്റ്റെറിലൈസേഷനാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത് ഫസ്റ്റ് തുടക്കക്കാർക്ക്. അപ്പോൾ അത് നമ്മളിപ്പോൾ പറഞ്ഞ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു 90% സക്സസ് ആയി കിട്ടുന്നതാണ്. അതായത് നമ്മൾ സ്റ്റെറിലൈസേഷൻ നമ്മൾ 10 മിനിറ്റ്, ചിലവർക്ക് 10 മിനിറ്റ് 15 മിനിറ്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്നിട്ടാണ് ബെഡ് കെട്ടിയിട്ട് വെച്ചിട്ട് കംപ്ലൈൻ്റ് ആയി പോയി മാറ്റി വിളിക്കും. അപ്പോൾ അവർ നമുക്ക് കോൾ വരുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ 5 മിനിറ്റ് ചെയ്തു അല്ലെങ്കിൽ 10 മിനിറ്റ് ചെയ്തു എന്നാണ് അവർ പറയുന്നത്. അതുപോലെ നമ്മൾ 1 മണിക്കൂർ ഫുള്ളായി തന്നെ നമ്മൾ ആവിയിലിട്ടിട്ട് വേവിച്ചാൽ നമുക്ക് പൂർണ്ണമായി അണിമത്തമായി കിട്ടുകയുള്ളൂ. അങ്ങനെ അതിനുശേഷം നമ്മൾ ഉണക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് തുറന്ന സ്ഥലങ്ങളിൽ കൊണ്ടുവരുമ്പോൾ നമ്മൾ കാറ്റടിച്ചിട്ടും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അത് കണ്ടാമിനേഷൻ ആയി പോകും. അതുകൊണ്ട് വൈക്കോല് കുതിർത്തിയെടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ മെഷീനിലിട്ടിട്ട് സ്പിൻ ചെയ്തെടുക്കുക. നമ്മൾ പെട്ടെന്ന് തന്നെ ആവി കയറ്റുക. ആവി 1 മണിക്കൂർ തന്നെ കയറ്റാൻ വേണ്ടി ശ്രമിക്കുക. അത് കഴിഞ്ഞാൽ ഈർപ്പം കൂടുതലാണെങ്കിൽ മാത്രം മെഷീനിലിട്ടിട്ട് നമ്മൾ സ്പിൻ ചെയ്തെടുത്ത് ഡയറക്റ്റായിട്ട് ബെഡ് ചെയ്യുക. സ്റ്റെറിലൈസ് ചെയ്ത് അണുമുക്തമാക്കിയെടുത്ത വൈക്കോല് പിന്നെ അധികം നേരം പുറത്ത് വെക്കാൻ പാടില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ ബെഡ് ചെയ്തിട്ട് അടുത്ത് വെക്കുക. ഇന്ന് സ്റ്റെറിലൈസ് ചെയ്ത വൈക്കോല് ഒരു കാരണവശാലും അടുത്ത ദിവസത്തേക്ക് ബെഡ് ചെയ്യാണ്ട് മാറ്റി വെക്കരുത്, അല്ലെങ്കിൽ നാളെ ചെയ്യാമെന്ന് വിചാരിച്ച് വെക്കരുത്. അതെന്തായാലും കണ്ടാമിനേഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് തീർച്ചയായും രേഖപ്പെടുത്തണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി അത് ഉപകാരമായിരിക്കും. ഇതിൻ്റെ ബാക്കി ബെഡ് കെട്ടുന്ന വീഡിയോയും അതുപോലെ നമ്മൾ വിളവെടുക്കുന്നതും വിളവ് എപ്പോൾ എടുക്കണം, എങ്ങനെ പാക്ക് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് പുതിയ വീഡിയോകൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. നന്ദി. ശുഭം.